പൂരത്തോടനുബന്ധിച്ച് ഞങ്ങളുടെ നാട്ടിൽ കുറച്ച് കലാപരിപാടികളൊക്കെ നടക്കുന്നുണ്ടല്ലോ, നിങ്ങളത് വീഡിയോയിലൂടെ കാണുന്നുണ്ടാവും. അപ്പോൾ മൂന്നാമത്തെ ദിവസം നമ്മുടെ കാളിക ടീം അവതരിപ്പിക്കുന്ന നാടൻ പാട്ടായിരുന്നു കേട്ടോ. ഇവിടുന്ന് എൻ്റെ അടുത്തുനിന്നോ വീട്ടിൻ്റെ അടുത്തുനിന്നോ ആരും ഉണ്ടായിരുന്നില്ല. കാരണം അവർക്കൊക്കെ ഓരോ പരിപാടികളായിട്ട് അവർ ഓരോ സ്ഥലത്തേക്ക് പോയി. പിന്നെ എൻ്റെ അമ്മയ്ക്കും വരാൻ വയ്യ പറഞ്ഞു, എൻ്റെ മക്കളും വന്നില്ല. അത് കാരണം ഞാൻ ഒറ്റയ്ക്കായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഇത്തിരി നേരത്തെ വന്നു. അപ്പോൾ അമ്പലത്തിൽ ഇതാ ചുറ്റുവിളക്ക് നടക്കുന്നുണ്ടായിരുന്നു. കുറച്ച് നേരം അതും കണ്ടിട്ട് സ്റ്റേജിൻ്റെ അവിടേക്ക് പോകാമെന്ന് വിചാരിച്ചു. നോക്കുമ്പോൾ സ്റ്റേജിൻ്റെ അവിടെ ഒരു മനുഷ്യ കുഞ്ഞുമില്ല. സുഖമായിട്ട് നമുക്ക് ഫ്രണ്ടിൽ തന്നെ സീറ്റ് കിട്ടിയേ. അധികം ആരും ആ സമയത്ത് വന്നിട്ടുണ്ടായിരുന്നില്ല. കാരണം 7 മണിക്കാണല്ലോ തുടങ്ങുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ 7:30 തുടങ്ങുമ്പോൾ, കാരണം അവരുടെ സൗണ്ട് സെറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ കുറച്ച് ടൈം എടുക്കുമല്ലോ, സ്വാഭാവികം. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് നാടൻ പാട്ട് കാണുന്നത് ഇങ്ങനെ ഫ്രണ്ടിലിരുന്നിട്ട് കേട്ടോ. ഞാൻ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ കുറേ മുന്നിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ഞാൻ നാടൻ പാട്ട് കാണാനൊന്നും പോവാറുണ്ടായിരുന്നില്ല. കാരണം നമ്മുടെ നാടൻ പാട്ടിൻ്റെ അവിടെ തല്ലുണ്ടാവുമോ അങ്ങനെയൊക്കെ പേടിച്ചിട്ട് എന്നെ എപ്പോഴും വിടാറില്ല കേട്ടോ. പക്ഷെ അങ്ങനെയൊന്നുമല്ല, അടിപൊളിയായിരുന്നു കേട്ടോ. പക്ഷേ എന്താ ഒരു നെഗറ്റീവ് എന്ന് വെച്ചാൽ ഞാനടക്കമുള്ള ആസ്വാദകർ, കാണാനിരുന്ന ആസ്വാദകർ ചെറും മരപ്പാവകളെ പോലെയാണ് ഗൈസ് ഇരുന്നിരുന്നത്. അവർ നല്ല എനർജറ്റിക് ആയിട്ട് പാടുമ്പോഴും നമുക്കത് അങ്ങോട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അവരെല്ലാവരും പറയുന്നുണ്ട്, നിങ്ങളൊന്ന് എനർജറ്റിക് ആവൂ, കൈയടിക്കൂ, നിങ്ങൾക്ക് അസുഖങ്ങളൊന്നും ഇല്ലല്ലോ, അങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എവിടെ, ഞങ്ങളെല്ലാം ആൾക്കാർ ഒരാളും, ഞാൻ വിചാരിച്ചു ആൺകുട്ടികളെങ്കിലും ഒന്ന് കളിക്കുന്നുണ്ടാവുന്നു. എന്നാൽ പ്രായമായവരാണ് കേട്ടോ കൂടുതൽ അടിപൊളിയായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നത്. എനിക്കൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷെ എനിക്കങ്ങനെ അത്ര, നമുക്ക് എത്രയായാലും ഒരു ചമ്മലുണ്ടാവുമല്ലോ. നമ്മൾ അവിടെ ഇരുന്ന് അവർക്കൊന്ന് പ്രോത്സാഹനം കൊടുക്കാമെന്ന് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ കേട്ടോ. ബാക്കി എല്ലാവരും ഇങ്ങനെ, എല്ലാവരും തന്നെ ഞാൻ പറയാം കേട്ടോ, ആരും അങ്ങനെ കയ്യടിക്കുക ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കയ്യടി കുറവായിരുന്നു കേട്ടോ. പക്ഷേ അടിപൊളി പ്രോഗ്രാമായിരുന്നു, അത് ഞാൻ പറയാം കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. എല്ലാവരും ഒന്നിനൊന്ന് മെച്ചമായിരുന്നു. അവർ പാടാൻ വന്ന പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളായ ചേട്ടന്മാരാണെങ്കിലും ചേച്ചിമാരാണെങ്കിലും ഒക്കെ നന്നായി ചെയ്തു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. നാടൻപാട്ട്, കലാഭവൻ മണിയുടെ പാട്ടും ഒക്കെ എല്ലാം അവർ ഉൾക്കൊള്ളിച്ച് നല്ലൊരു സ്റ്റേജ് പ്രോഗ്രാമായിരുന്നു. പിന്നെയും കുട്ടികളാണ് കേട്ടോ അവരുടെ കൂടെ കളിക്കാനൊക്കെ പോയിരുന്നത്. പിന്നെ കുറച്ച് പ്രായമായവരും, ഞാൻ പറഞ്ഞല്ലോ, അല്ലാണ്ട് ആരും അവർ വിളിക്കുമ്പോൾ പോയായിരുന്നില്ല. അവർ തന്നെ നന്നായി എൻജോയ് ചെയ്ത് അവർ തന്നെ കളിക്കുന്നുണ്ടായിരുന്നു. കാരണം വേറെ വഴിയില്ല, വേറെ ആരും അവിടേക്ക് ചെല്ലുന്നുണ്ടായിരുന്നില്ല. മടികാരനാണ്, വേറെ ഒന്നുമല്ല. പിന്നെ ഈ ചേച്ചിയൊക്കെ ഭയങ്കര ആക്റ്റീവായിരുന്നു കേട്ടോ, നന്നായി കളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഈ ചേട്ടനും ആളും നല്ല മനസ്സറിഞ്ഞ് അവരുടെ കൂടെ കളിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും നല്ലൊരു പ്രോഗ്രാമായിരുന്നു. കാണാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷം. ഇനിയും ഇങ്ങനെയുള്ള പ്രോഗ്രാം നമ്മുടെ നാട്ടിൽ വന്നാൽ ഇനിയെങ്കിലും നമ്മൾ നാട്ടുകാർ കുറച്ചും കൂടി ആക്റ്റീവ് ആവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ ഉൾപ്പെടെ എന്ന് പറഞ്ഞു കേട്ടോ, ഞാനും അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ നല്ല അടിപൊളിയൊക്കെ പാട്ട് പാടി അവർ ലാസ്റ്റ് ആയപ്പോൾ 10 മണിക്ക് ആയപ്പോൾ അവർ നിർത്തി. അത് നിർത്തി കഴിഞ്ഞപ്പോൾ പിന്നെ എല്ലാവരും പോകാൻ തുടങ്ങി കേട്ടോ. ഇത്രയുള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ.